ഞാൻ തൻ്റെ ആരും അല്ല അല്ലേ? എന്നാലും എൻ്റെ കണ്ണ, എന്താ ഇതിൻ്റെ അർത്ഥം? രാജപ്പൻ വീണ്ടും കോഴിയാവുകയാണോ? അല്ല, സത്യത്തിൽ അയാൾ കോഴിയാണോ? ആത്മാർത്ഥമായ ഒരു പെണ്ണിനെ സ്നേഹിച്ചു. കുറേ കാലം അവളുടെ പുറകെ നടന്നു. അവൾ അവസാനം അയാൾ അന്തസ്സായി തേച്ചു. എന്നിട്ടും അവൾ നന്നായിരിക്കണം എന്നല്ലേ അയാൾ ആഗ്രഹിക്കുന്നത്? ഇനി അയാൾ എന്നെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ തന്നെ എന്നെക്കുറിച്ച് എല്ലാം അറിഞ്ഞിട്ട് സ്നേഹിക്കുന്നത് അയാളുടെ ക്വാളിറ്റി അല്ലേ? കണ്ണ, 10 മണിക്ക് മുമ്പ് ഉറക്കം പിടിക്കുന്ന ഞാനാണ് രാത്രി 1 മണിയായിട്ടും രാജപ്പനെ ഓർത്തുകൊണ്ടിരിക്കുന്നത്. ഇനി അയാളോട് എനിക്ക് പ്രേമം വല്ലതും? ഹേയ്, ഉണ്ടാവില്ല. ഇനി എങ്ങാനും ഉണ്ടാവോ? രാത്രി മുഴുവൻ തിരിഞ്ഞും മറിഞ്ഞും കിടന്നു. പിറ്റേന്ന് ഓഫീസിൽ പോകാൻ വല്ലാത്തൊരു ഉത്സാഹം എന്നെ വന്ന് മൂടുന്നുണ്ടായിരുന്നു. ഹാരിമോനെ വിട്ടേച്ച് ഞാൻ ഓടുകയായിരുന്നു അകത്തേക്ക്. അകത്തേക്ക് രാജപ്പൻ്റെ ക്യാബിൻ അടഞ്ഞു കിടക്കുന്നത് കണ്ടപ്പോൾ നിരാശ തോന്നി. ബാംഗ്ലൂർക്കാരി എപ്പോൾ എത്തി? മരിയയാണ് അവളോട് വിശേഷങ്ങളെല്ലാം പറയുന്നതിനിടയിലും പലവട്ടം എൻ്റെ കണ്ണുകൾ രാജപ്പൻ്റെ ക്യാബിൻ്റെ നേരെ പോയി. പിന്നെ നീ അറിഞ്ഞോ? പൃഥ്വിരാജ് സാർ ഒരാഴ്ചത്തേക്ക് ലീവിന് പോയെന്ന്. ചത്താലും ലീവ് എടുക്കാത്ത മനുഷ്യനാണ്. എന്തു പറ്റിയോ എന്തോ. ഇതിനു മുമ്പൊക്കെ രാജപ്പൻ ഒരു ദിവസം മാറി നിന്നാൽ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നത് ഞാനായിരുന്നു. പക്ഷെ ഇന്നിപ്പോൾ എന്തുകൊണ്ടോ അന്നതിൽ വേദനയാണ് നിറക്കുന്നത്. ഞാനും ശൃംഗാരമോ, ഞാനെന്താ അഹങ്കാരമോ, മാറാരെയും ചെമ്പിലെയും മേൽക്കൂര താങ്ങുന്നുവോ? റിംഗ് ടോണാണ് എപ്പോഴും പഴയത് തന്നെയാണ് കേട്ടോ. നോക്കുമ്പോൾ ശ്രീദേവി അമ്മയാണ്. കണ്ണ, ഇന്നവരുടെ വെഡ്ഡിങ് ആനിവേഴ്സറിയാണ്. വൈകിട്ട് ചെല്ലാം എന്ന് വാക്കും കൊടുത്തു. ബാംഗ്ലൂർ ട്രിപ്പും രാജപ്പന് പിണങ്ങി വിഷമം ഒക്കെയായി. അക്കാര്യം മറന്നു ഞാൻ. ആ അമ്മേ, അമ്മു, നീ എപ്പോൾ വരും മോളെ? ഞാൻ ഉച്ചക്ക് ഇറങ്ങും അമ്മ. വൈകിട്ട് അപ്പുവിനെയും ചിന്നുവിനെയും കൂട്ടി വരാം. നീ എവിടെ പോകുക? ഫോൺ വെച്ച് കഴിഞ്ഞപ്പോൾ മരിയ ചോദിച്ചു. അത് എൻ്റെ എക്സ് ഹസ്ബൻഡിൻ്റെ പേരൻസിൻ്റെ വെഡ്ഡിങ് ആനിവേഴ്സറി ആണ്. ചിക്കൻ ഫ്രൈ കണ്ട് കോഴിക്കുഞ്ഞിനെ പോലെ പെണ്ണ് അന്തം വിട്ട് നോക്കുന്നത് കണ്ട് എനിക്ക് ചിരി വന്നു. അവളോട് കാര്യങ്ങളെല്ലാം പറഞ്ഞു ഞാൻ. എന്നാലും 2.5 മാസം ഒരുമിച്ച് വർക്ക് ചെയ്തിട്ടും നീ എന്നോടിത് പറഞ്ഞില്ലല്ലോ നിവി. അപ്പോഴാണ് ഞാനും ഓർത്തത്, 2.5 മാസമേ ആയിട്ടുള്ളൂ ഞാനിവിടെ ജോലിക്ക് കയറിയിട്ട്. എത്രയും നാൾ കൊണ്ട് രാജപ്പൻ എനിക്ക് ആരൊക്കെയായോ? ഇത്രയും ചെറിയ കാലം കൊണ്ടൊക്കെ ഒരാൾക്ക് പ്രണയം ഉണ്ടാകുമോ? ഡി, നീ അത് ഏത് ലോകത്താ? മരിയ എന്നെ കുലുക്കി വിളിച്ചു. ആ, ആരോടും പറഞ്ഞില്ലടി. പറഞ്ഞു നടക്കാൻ കിട്ടിയത് അവാർഡ് ഒന്നുമല്ലല്ലോ, ഡിവോഴ്സ് അല്ലേ. അവൾക്കൊരു വിളറിയ ചിരി സമ്മാനിച്ച് ഞാൻ എണീറ്റ് വാഷ്റൂമിലേക്ക് പോയി. ചില നേരങ്ങളിൽ നമുക്ക് കാരണമില്ലാതെ കരച്ചിൽ വരും. അപ്പം ഞാനും അതുപോലെ ഒരു അവസ്ഥയിലായിരുന്നു. കുറച്ച് കരഞ്ഞപ്പോൾ ആശ്വാസം തോന്നി. ഉച്ചക്ക് ഓഫീസിൽ നിന്നിറങ്ങി അച്ഛനും അമ്മക്കും ഓരോ ബർത്ത്ഡേ സ്റ്റോണിൻ്റെ റിംഗ് ഗിഫ്റ്റായി വാങ്ങി. അപ്പുവിനെയും ചിന്നുവിൻ്റെയും കൂടിയാണ് മഠത്തിലേക്ക് പോയത്. അച്ഛനും അമ്മക്കും ഡിവോഴ്സിന് ശേഷം അവിടേക്ക് വരാൻ വലിയ താല്പര്യമില്ല. ഞാൻ അധികം നിർബന്ധിച്ചുമില്ല. സാധാരണ ആൾ കൂടുന്നിടത്ത് പോകാൻ ചേച്ചിക്ക് ഭയങ്കര മടിയാണല്ലോ, ഹരിയളയൻ ഉള്ളിടത്ത് പ്രത്യേകിച്ചും. ഇന്ന് എന്തു പറ്റി? അപ്പുവാണ്. എനിക്കൊപ്പോൾ ഹരിയേട്ടനെ മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടടാ. അവൻ എന്നെ സംശയഭാവത്തിൽ നോക്കി. ബാക്ക് സീറ്റിലിരുന്ന് കിച്ചനോട് കുറുകുന്ന ചിഹ്നവും ശ്രദ്ധ ഇവിടേക്ക് തിരിച്ചു. ഡാ, ഹരിയേട്ടൻ സത്യത്തിൽ നല്ലവനല്ലേ? ഇത്രയും സുന്ദരിയും സുശീലയുമായ എന്നെ കിട്ടിയിട്ടും സ്വന്തം പ്രണയം ആൾ വേണ്ടെന്ന് വെച്ചില്ല. എനിക്ക് അനാവശ്യമായി ഒരു പ്രതീക്ഷയും തന്നില്ല. പഠിക്കാൻ വിട്ടു, വേണ്ടതെല്ലാം ചെയ്തു തന്നു. ഏറ്റവും വേഗത്തിൽ എന്നെ ആ ബന്ധത്തിൽ നിന്നും ഒഴിവാക്കി. അത് കഴിഞ്ഞ ഉടനെ ഏട്ടൻ്റെ പ്രണയം ഏട്ടൻ സ്വന്തമാക്കി. മറ്റാരും ഈ ലോകത്തെയല്ല എന്ന മട്ടിൽ അല്ലേ ഹരിയേട്ടൻ അവളെ പ്രണയിക്കുന്നത്? അത്ര തീവ്രമായി സ്നേഹിക്കുന്ന ആ മനുഷ്യൻ സത്യത്തിൽ നല്ലവനല്ലേ? ഞാൻ പറയുകയായിരുന്നില്ല, എൻ്റെ മനസ്സിലുള്ള കാര്യങ്ങൾ ഓർക്കുകയായിരുന്നു. അപ്പോൾ ചേച്ചിക്ക് പ്രണയത്തിലൊക്കെ വിശ്വാസം വന്നു? ചിന്നുവാണ്. വയസ്സ് 18 ആയിട്ടേ ഉള്ളൂ. ചെറിയ വായിൽ വലിയ വർത്തമാനം പറയുന്നു. ഞാനും അപ്പവും ഒരുമിച്ച് കണ്ണുരുട്ടി കാണിച്ചതോടെ അവൾ ഒന്ന് ഇളിച്ച് പുറത്തേക്ക് നോക്കിയിരുന്നു. ആനിവേഴ്സറിക്ക് വന്ന പലരും ഞങ്ങളെ അത്ഭുതത്തോടെ നോക്കുന്നത് ഞാൻ അറിയുന്നുണ്ടായിരുന്നു. അവരുടെയൊക്കെ ഭാവനയിൽ പിരിഞ്ഞ ദമ്പതികൾ കേക്കെടുത്തും പോലെ പരസ്പരം അടികൂടി കഴിയണം. അല്ലെങ്കിൽ പിന്നെ ഇവർ എന്തിനാണ് പിരിഞ്ഞത് എന്നായി ചോദ്യം. എഡ്ഡി എന്നോട് സ്നേഹത്തോടെ സംസാരിക്കുന്നതും അച്ഛനും അമ്മയും എന്നെ മക്കളെപ്പോലെ ചേർത്ത് നിർത്തുന്നതും ഹരിയേട്ടൻ എന്നെ സഹോദരങ്ങളോട് സംസാരിക്കുന്നതും എല്ലാം പലരും 8ാം ലോക മഹാത്ഭുതം എന്ന മട്ടിൽ നോക്കുന്നത് കണ്ടു. അല്ലെങ്കിലും മറ്റുള്ളവരുടെ അടുക്കളപ്പുറത്താണല്ലോ ഞാനടക്കം സകല മലയാളികളുടെയും മനസ്സമാധാനം. ഞാൻ നല്ല അന്തസ്സായി പോയി അച്ഛനും അമ്മക്കും ഗിഫ്റ്റ് കൊടുത്തു. ഹരിയേട്ടനും എഡ്ഡിക്കും ഉണ്ണിക്കുട്ടനും ഒപ്പം നിന്ന് സെൽഫിയും എടുത്തു. മൂക്കുമുട്ട ചിക്കൻ ബിരിയാണി കഴിക്കുകയും ചെയ്തു. അല്ല പിന്നെ, ഹരിയേട്ടൻ വീണ്ടും മൂഷിക സ്ത്രീ ആകാനുള്ള ഒരുക്കം ആണെന്ന് തോന്നി. 1 മാസത്തേക്കുള്ള ഡോസ് കൊടുത്തു. അടുത്ത സെക്കൻഡിൽ മോനെയും എടുത്തുകൊണ്ട് എൻ്റെ മുന്നിലൂടെ തേരാപ്പാര നടക്കുന്നത് കണ്ടു. ഇങ്ങനൊരു മനുഷ്യൻ. വീട്ടിൽ വന്നു കഴിഞ്ഞു എടുത്ത ഫോട്ടോസ് കുറെ സ്റ്റാറ്റസ് ആക്കി. നോക്കുമ്പോൾ ആദ്യത്തെ വ്യൂ രാജപ്പനാണ്. ഇന്നലെ പിണങ്ങിപ്പോയതിന് ശേഷം ഇപ്പോഴാണ് കക്ഷിയൊന്ന് ഓൺലൈൻ കാണുന്നതുണ്ട്. ഒരു ഹായ് സാർ അയച്ചിട്ടു. കിട്ടാൻ കാത്തിരുന്ന പോലെ ഉടനടി മെസ്സേജ് റീഡായി. ടൈപ്പിംഗ് കാണാൻ നിൽക്കുന്നുണ്ട്. കുറേ നേരമായിട്ടും റിപ്ലൈ ഒന്നും വന്നില്ല. ടൈപ്പിംഗ്. ഇനി എസ്സേ വല്ലതും എഴുതാനാണോ?
അതോ ലീവായതുകൊണ്ട് ഡെയിലി തരാനുള്ള വഴക്ക് ടൈപ്പ് ചെയ്ത് മെസ്സേജ് അയക്കാനുള്ള പരിപാടിയാണോ? 6 മിനിറ്റ് കഴിഞ്ഞ് കഷ്ടപ്പെട്ടൊരു ഹായ് തിരിച്ചു വന്നു. ഇതാണോ ഇയാൾ 1 മണിക്കൂറായി എഴുതിക്കൊണ്ടിരിക്കുന്നത്? എനിക്ക് നല്ല ദേഷ്യം വന്നു. ഫോണെടുത്ത് മാറ്റി വെച്ചിട്ട് കിടന്നുറങ്ങി. ഫോൺ തുടരെ അടുക്കുന്നത് കേട്ടാണ് ഞാൻ എഴുന്നേറ്റത്. നോക്കുമ്പോൾ 6 മിസ് കോളുണ്ട്. രാജപ്പൻ. സമയം 12ആയി. ഈ നേരത്തെ ഇയാൾ എന്തിനാണ് വിളിക്കുന്നത്? തിരിച്ചു വിളിച്ചാൽ അത് തെറ്റിദ്ധരിക്കും എന്ന് തോന്നി. ഉണ്ടായിരുന്ന ഉറക്കം പോയി കിട്ടി. ഫോൺ നോക്കി കിടന്ന് നേരം വെളുപ്പിച്ചു എന്ന് പറഞ്ഞാൽ മതിയല്ലോ. രാവിലെ തിരിച്ചു വിളിച്ചെങ്കിലും ആൾ ഫോണെടുത്തില്ല. ഓഫീസിൽ ചെന്ന് എല്ലാവരുടെയും കത്തിവെച്ച് നോക്കുമ്പോൾ ദേ മുറ്റത്തൊരു രാജപ്പൻ. ഇയാളല്ല ഒരാഴ്ച ലീവാണെന്ന് പറഞ്ഞത്? നിവേദ്യ. ഇങ്ങനെ അലറണ്ട മനുഷ്യ, എനിക്ക് ചെവി കേൾക്കാം. യെസ് സാർ, കം ടു മൈ ക്യാബിൻ. ചവിട്ടി പോകുന്നത് കണ്ട് എനിക്ക് ചിരി വന്നു. ആനമെതമിളകി പോകുന്നത് പോലെയുണ്ട്. കരിമ്പിൻ കാടാണെന്ന് കരുതി ഒന്നും കുത്തി മലർത്താമെന്നത് ഭാഗ്യം. എല്ലാവരുടെയും സഹതാപം നിറഞ്ഞ നോട്ടം കണ്ടുകൊണ്ടാണ് രാജപ്പൻ്റെ ക്യാബിനിലേക്ക് പോയത്. സാർ, മേ ഐ? ആ. ഓ, ഒരു പിച്ചം. മിനിഞ്ഞാന്ന് രാത്രി ശുംഭു കുത്തുമ്പോൾ ഈ പുച്ഛം ഒന്നും ഉണ്ടായിരുന്നില്ലല്ലോ. സാർ വരാൻ പറഞ്ഞത്? ഇന്നലെ രാത്രി ഞാൻ എത്ര വിളിച്ചിട്ടും തന്നെ എന്താ ഫോൺ എടുക്കാത്തത്? അയ്യേ, ഇത് ചോദിക്കാനായിരുന്നു. ഞാൻ വെറുതെ തെറ്റിദ്ധരിച്ചു. അല്ല, വിളിക്കുമ്പോൾ ഫോൺ എടുക്കാൻ ഞാനാര്, ഇയാളുടെ ഭാര്യയോ? സാർ, അത് ഞാൻ ഉറങ്ങിപ്പോയിരുന്നു. ഇപ്പോൾ മുഖം അല്പം ശാന്തമായിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ഈ വേസ്റ്റ് ബാസ്ക്കറ്റ് എടുത്തുകൊണ്ട് പോയാലും ആ നാറ്റം കുറേ നേരത്തേക്ക് കാണുമല്ലോ. അതുപോലെ കുറച്ച് ബാക്കിയുണ്ട്. ആ, ഇന്ന് ഈവനിങ് വിൻറ്റേജ് ഗ്രൂപ്പുമായുള്ള ഡിസ്കഷൻ ഉണ്ട്. താൻ വരണം എൻ്റെ കൂടെ. അത് പറയാനാണ് ഞാൻ ഇന്നലെ വിളിച്ചത്. കണ്ണാ, പണിപാളിയോ? പാതിരാത്രി വിളിച്ച് ജോലിക്കാരൻ പറയാൻ മാത്രം ആത്മാർത്ഥതയുള്ള ആളാണ് ഈ രാജപ്പൻ എന്ന് സ്വപ്നവിനെ നിരീക്ഷിച്ചില്ലല്ലോ. സാർ, അത് രേഷ്മയോ ദീപക്കോ അല്ലേ ഇത്രയും നാൾ വന്നുകൊണ്ടിരുന്നത്? പെട്ടെന്ന് ഞാൻ വരാൻ പറഞ്ഞാൽ എന്താ, ബുദ്ധിമുട്ട് വല്ലതുമുണ്ടോ? ഒരു ബുദ്ധിമുട്ടും ഇല്ല തമ്പ്ര. ഞാൻ ചുമൽ കൂച്ചി. കമ്പനി കാശ് മുടക്കി IAS അമ്മിനൊക്കെ അയച്ചതല്ലേ. പഠിച്ച കാര്യങ്ങൾ നടപ്പിൽ വരുത്താനുള്ള കഴിവുണ്ടോ എന്ന് നോക്കട്ടെ. അവർക്ക് സബ്മിറ്റ് ചെയ്യാനുള്ള സ്നോപ്പീസ് റെഡിയാക്കി ഒരു 1 ഹവറിനുള്ളിൽ കൊണ്ടുവരണം. സാർ, 1 ഹവറിനുള്ളിൽ എങ്ങനെയാ? ജോലി ചെയ്യേണ്ട സമയത്ത് ലൂസ് ടോക്കിംഗ് പോകാതിരുന്നാൽ ചെയ്യാൻ സമയമൊക്കെ കിട്ടും. യു ക്യാൻ ഗോ നൗ. അത്രയും പറഞ്ഞിട്ട് മൂപ്പര് കമ്പ്യൂട്ടർ വീങ്ങാൻ തുടങ്ങി. നായ ചന്തക്ക് പോയ പോലെ ഞാൻ സീറ്റിലേക്കും മടങ്ങി. എന്നാലും രാത്രി ഫോൺ എടുക്കാത്തതിന് ഇത്ര വലിയൊരു പണി ഞാൻ പ്രതീക്ഷിച്ചതല്ല. എൻ്റെ മുഖം കണ്ടപ്പോൾ സംഗതികളുടെ കിടപ്പ് വശം അത്ര നല്ലതല്ല എന്ന് മനസ്സിലായത് കൊണ്ട് ആരും ശല്യം ചെയ്യാൻ വന്നില്ല. ഒരു 3 മണിക്കൂർ കൊണ്ട് ജോലി ഏകദേശം കഴിഞ്ഞു. ഇതിനിടയിൽ രാജപ്പൻ ഒരു 100 തവണ വിളിച്ചു കാണും. ഞാനിത് കഴിക്കുകയല്ല മനുഷ്യ. പ്രതീക്ഷിച്ചതുപോലെ പുച്ഛമായിരുന്നു ആദ്യത്തെ പ്രതികരണം. 2-3 കറക്ഷൻ പറഞ്ഞു വിട്ടു. അത് ചെയ്ത് കഴിഞ്ഞപ്പോൾ അടുത്തത്. ഉച്ചക്ക് ലഞ്ച് കഴിക്കാൻ പോലും പോകാതെ 3 മണി വരെ ഇരുന്ന് ജോലി തീർത്തു. അപ്പോഴേക്കും ഇറങ്ങാൻ ടൈമായി. ജസ്റ്റ് ഒന്ന് ടച്ചപ്പ് ചെയ്ത് ഞാൻ ഇറങ്ങി. രാജപ്പൻ്റെ വണ്ടിയിലാണ് പോയത്. 2 ദിവസമായുള്ള ഉറക്കക്ഷീണവും ഭക്ഷണം കഴിക്കാത്തതും കാരണം അറിയാതെ കണ്ണടഞ്ഞു പോയി. വണ്ടി നിർത്തിയതറിഞ്ഞാണ് കണ്ണു തുറന്നത്. മീറ്റിംഗ് നടക്കുന്ന ഹോട്ടൽ ആണെന്ന് കരുതി ചാടി ഇറങ്ങി ഞാൻ കണ്ടത് സാധാരണ ഹോട്ടലാണ്. എന്താ ഇവിടെ? എനിക്ക് ഫുഡ് കഴിക്കണം, വാ. ഉണ്ണിയേട്ടൻ ഫസ്റ്റ് എന്ന് പറഞ്ഞ പോലെ മറുപടിക്ക് കാക്കാതെ രാജപ്പൻ പാഞ്ഞു പോകുന്നത് കണ്ടു. ബോബനും മോളിയിലെ പട്ടിയെപ്പോലെ ഞാനും പിന്നാലെയും. ആളൊരു ഫ്രൈഡ് റൈസും ചില്ലി ചിക്കനും ഓർഡർ ചെയ്തു. വിശപ്പിൻ്റെ വിളി എനിക്കും അസഹ്യമായിരുന്നു. അല്ലെങ്കിൽ തന്നെ രാജപ്പൻ ചെയ്തതിന് പാവം കോഴി എന്ത് പിഴച്ചു. ഞാനും സെയിം ഫുഡ് ഓർഡർ ചെയ്തു. രാജപ്പൻ എന്നോടെന്തോ സംസാരിക്കാനുള്ളത് പോലെ തോന്നിയിരുന്നു. ഫുഡ് വന്നപ്പോൾ പിന്നെ ഞാൻ അതിൽ ഫുൾ കോൺസെൻട്രേഷനും കൊടുത്തു. അല്ലെങ്കിലും ഭക്ഷണത്തോട് എനിക്കൊന്നും അനങ്ങാത്ത പ്രണയമാണല്ലോ. എല്ലാം കഴിഞ്ഞ് ഐസ്ക്രീം എടുത്ത് വായിലേക്ക് വെക്കുമ്പോൾ ആണ് അന്തം വിട്ട് നോക്കുന്ന രാജപ്പനെ ഞാൻ ശ്രദ്ധിക്കുന്നത്. ഇയാളെന്താ ഐസ്ക്രീം കണ്ടിട്ടില്ലേ? ഞാൻ നോക്കുന്നത് കണ്ട ആൾ വേഗം നോട്ടം മാറ്റി. ഫുഡിങ് കഴിഞ്ഞു, മീറ്റിംഗ് പറഞ്ഞു. ഹോട്ടലിലെത്തുമ്പോഴേക്കും സമയം 4:30 കഴിഞ്ഞിരുന്നു. ഞാൻ വീട്ടിൽ വിളിച്ച് വൈകും എന്ന് പറഞ്ഞു. വിചാരിച്ചതുപോലെ തന്നെ മീറ്റിംഗ് കഴിഞ്ഞിറങ്ങിയപ്പോൾ സമയം 7:30. വേഗം ഓഫീസിൽ പോയി ഹാരിമോനെയും കൂട്ടി വീട്ടിൽ ചെന്നാൽ മതി എന്നായിരുന്നു എനിക്ക്. കോഴിയാണെങ്കിൽ എന്നെയും കൊണ്ടുപോയത് മറൈൻ ഡ്രൈവിലേക്കാണ്. ഇനി ഇവിടെ എന്താണാവോ? മറൈൻ ഡ്രൈവ് എനിക്കേറെ പ്രിയപ്പെട്ട ഇടമായിരുന്നു. കുറകുന്ന പ്രണയിതാക്കളെ കാണുമ്പോൾ ഒരു കുശുമ്പുണ്ടാറുണ്ടെങ്കിലും സമയം കിട്ടുമ്പോഴെല്ലാം എവിടെ വന്നിരിക്കും. ഒളിഞ്ഞു നോട്ടം ഒരു സുഖമാണല്ലോ. അവർ എന്തെങ്കിലും കുൽസിത പ്രവർത്തികളിൽ ഏർപ്പെടാൻ പോകുന്ന സമയം കൃത്യമായി എഴുന്നേറ്റ് അവർക്കരികിലേക്ക് നടക്കും. അപ്പോൾ അവരുടെ മുഖത്ത് വിരിയുന്ന നിരാശ കാണുമ്പോൾ എന്തോ ഒരു മനസ്സുഖം. ആദ്യമായിട്ടാണ് ഞാൻ രാത്രി ഇവിടെ വരുന്നത്. നീലാകാശവും നക്ഷത്രങ്ങളും കായലും നിലാവും നോക്കി ഞാൻ നിന്നു. അതുവരെ ഉണ്ടായിരുന്ന ടെൻഷൻ എല്ലാം ആവിയായി പോയെന്ന് തോന്നി. നിവേദ. രാജപ്പൻ്റെ ശബ്ദം സ്വപ്നത്തിൽ കേൾക്കുന്നത് പോലെയാണ് തോന്നിയത്. ഇയാൾ ഇവിടെ ഉണ്ടായിരുന്നോ? അല്ല, ഞാൻ ഇയാളുടെ കൂടെയല്ല വന്നത്. താൻ ഇരിക്കൂ. സ്വന്തം വീട്ടിൽ വന്നതുപോലെയാണ് വിളിക്കുന്നത്.
താൻ അങ്ങനെ ഇപ്പോൾ എന്നെ ഇരുത്താനൊന്നും നോക്കണ്ട. എന്തോ കുനിഷ്ട ഒപ്പിക്കാനാണെന്നൊക്കെ എനിക്ക് മനസ്സിലാകുന്നുണ്ട് രാജപ്പ. വിളിച്ച സ്ഥിതിക്ക് ഇരിക്കുവരുന്നാലും മോശമല്ലേ? അല്ലെങ്കിൽ തന്നെ ഞാനെന്തിനാ നിന്ന് കാല് കയക്കുന്നതും? അടുത്തു കണ്ടൊരു സിമെന്റ് ബെഞ്ചിൽ ഞാനിരുന്നു. കണ്ണുകൾ വീണ്ടും നിലാവിനോട് കുറുങ്ങുന്ന കായൽ ചെന്നു നിന്നു. നിവേദ്യ. രാജപ്പൻ എന്താ എൻ്റെ പേര് ഇമ്പോസിഷൻ പറയുകയാണോ? ആ സാർ. ആൾ വാക്കുകൾ പരതുന്ന പോലെ തോന്നി. ദേ എഴുന്നേറ്റ് വരുന്നു. ഇനി നിലാവ് ഇരുട്ടടി അടിക്കാനുള്ള പ്ലാനാണ്. ആൾ വന്ന് എൻ്റെ മുന്നിൽ മുട്ടുകുത്തിയിരുന്നു. കൈയെടുത്ത് എൻ്റെ കയ്യിൽ ചേർത്ത് വെച്ചു. കണ്ണ, ഇയാളെന്നെ ശരിക്കും പ്രപ്പോസ് ചെയ്യാൻ പോവുകയാണോ? നിലാവ്, നക്ഷത്രങ്ങൾ വിരിഞ്ഞ ആകാശം, നമ്രമുഖിയായി നിൽക്കുന്ന കായൽ, പ്രണയസുനായ പുരുഷൻ, പിന്നെ ഞാനും. ആഹാ, എന്താ അന്തസ്! എന്താ ഇവിടെ? ഇതേതൊരു വൃത്തികെട്ട ഹോയ്! രാജപ്പൻ്റെ സ്വരമല്ലല്ലോ അത്. നോക്കുമ്പോൾ ഗതാഗടികരമായ 10-12 പേര്. ഒത്തു നടുക്ക് പന്തം കണ്ട പെരുച്ചായകളെ പോലെ ഞാനും രാജപ്പനും. രാജപ്പൻ വേഗം പിടഞ്ഞെഴുന്നേറ്റു. അപ്പോഴാണ് ഞാൻ ശ്രദ്ധിച്ചത്, അതിലൊരുത്തൻ ക്യാമറ ഓണാക്കി വെച്ചിരിക്കുകയാണ്. അവന് ആയുഷിൻ്റെ ഛായ അല്ല, ആയുഷ് തന്നെയാണത്. ഞാൻ കൊടുത്ത ഐസൈ മാർക്കുകൾ ആ മുഖത്തിന് ചന്തം ചാർത്തുന്നുണ്ട്. കൈ സിങ്ങിൽ തൂക്കിയിട്ടിരിക്കുകയാണ്. അവൻ്റെ എത്ര വേഗം ശരിയായോ? പെട്ടെന്ന് സിനിമയുടെ ക്ലൈമാക്സ് ആയിരുന്നു പിന്നെ അവിടെ നടന്നത്. ആരൊക്കെയോ വരുന്നു, എന്തൊക്കെയോ പറയുന്നു. രാജപ്പൻ കയറി അടിക്കുന്നു. ആകെ ബഹളം. ആയുഷ്മാൻ്റെ മൊബൈൽ എടുത്തു കായൽ കളയാൻ ഞാൻ നോക്കിയെങ്കിലും അതിന് കഴിഞ്ഞില്ല. ആദിയിലെ ലാലേട്ടൻ്റെ മോനെ പോലെ തെന്നി മാറിക്കളഞ്ഞു. എന്ന് മാത്രമല്ല, കൂടെയുള്ള 3-4 കൂടി ക്യാമറ ഓണാക്കി സീൻ പിടിക്കുന്നതും ഉണ്ട്. അധികം വൈകാതെ പോലീസ് എത്തി. രണ്ടും കൂടി രാത്രിയുടെ മറ പറ്റി അനാശാസ്യമായിരുന്നു സാറേ. ആയുഷ്മാനാണ് പറയുന്നത്. ഭാരതപുരുഷൻ്റെ ഭാവശുദ്ധിയുടെ പ്രതീകമാണല്ലോ ആ മാനുഭാവൻ. അപ്പോൾ അയാൾക്ക് പറയാനുള്ള അർഹതയുണ്ട്. രാത്രി വന്ന് അനാശാസം നടത്തിയിട്ട് പോകാൻ രാജപ്പൻ കണ്ടംപൂച്ചയും ഞാൻ ചക്കിയുമല്ല. അനാവശ്യം പറയരുത്. രാജപ്പൻ അയാളോട് കയറി ചൂടായി. ഓഹോ, നിനക്ക് അനാവശ്യം കാണിക്കാം. ഞങ്ങൾ പറയുന്നതാണല്ലേ കുഴപ്പം? ഇവനെയൊക്കെയാണ് സാറേ ഞങ്ങളെപ്പോലെ ഇവിടെ വരുന്ന മാന്യന്മാർക്ക് പേരുദോഷം ഉണ്ടാക്കുന്നത്. ആയുഷ്മാൻ കത്തിക്കയറുകയാണ്. നിന്റെ മാന്യതയുടെ മുഖംമൂടി കുത്തിക്കയറാനുള്ള കത്തി എൻ്റെ വീട്ടിലെ ലാപ്പിൽ ഇപ്പോഴും ഉണ്ടടാ, കള്ളപ്പെടുക. അതേ, നിങ്ങൾ തമ്മിൽ തർക്കിക്കാനാണെങ്കിൽ പിന്നെ ഞങ്ങൾ എന്തിനാ ഇവിടെ? പോലീസ് ഏമാനാണ്. ഇടയ്ക്കൊക്കെ അങ്ങനെ സ്വയം ചോദിക്കുന്നത് നല്ലതാ സാറേ. സാർ, ഞാൻ KMJ പ്രൈവറ്റ് ലിമിറ്റഡിലെ ക്രിയേറ്റീവ് ഡയറക്ടറാണ്, പൃഥ്വിരാജ് മോഹൻ. ഇതെൻ്റെ അസോസിയേറ്റ് നിവേദ്യ നാരായണൻ. ഞങ്ങൾ ഹോട്ടൽ ക്രൗൺ പാലസിലെ ഒരു മീറ്റിംഗ് കഴിഞ്ഞു വരുന്ന വഴിയാണ്. ഓ, സാറും മേഡവും കൂടി ഹോട്ടലിൽ കയറി ആർമാദിച്ചിട്ടും മതിയായില്ലേ? കാണില്ല സാറേ, അതാ ഇവിടെ വന്നത്. ഇവനെയൊക്കെ ഒരു രോഗം. ആയുഷാണ്. ഹോട്ടലിലെ അർമാദമൊക്കെ അവന് നല്ല വശമാണല്ലോ. ഈ വധൂരിയെ മിക്കവാറും ഞാൻ വെട്ടിനുറുക്കി ഉപ്പിലിടും. ഡോ, കാര്യങ്ങൾ ചോദിക്കാനാണ് ഞങ്ങൾ ഇവിടെ നിൽക്കുന്നത്. ഒരുപാട് അങ്ങ് ഉണ്ടാക്കാൻ വരല്ലേ. ഏമാൻ്റെ കയ്യിൽ നിന്ന് കിട്ടേണ്ടത് കിട്ടിയപ്പോൾ അവൻ ഫ്യൂസായ ബൾബ് പോലെ കളിക്കുന്നത് കണ്ടു. ശാപം. സാർ, നിവേദിക്ക് വോമിറ്റ് ചെയ്യാൻ തോന്നുന്നു എന്ന് പറഞ്ഞത് കൊണ്ടാണ് ഞാൻ വണ്ടി ഒതുക്കി ഇവിടേക്ക് വന്നത്. കാറ്റ് കിട്ടുമ്പോൾ അല്പം ആശ്വാസം ഉണ്ടാകും എന്ന് കരുതി. ഈ കുട്ടി കൈ മരവിച്ചു പോയി എന്ന് പറഞ്ഞപ്പോൾ ഒന്ന് തിരുമ്മിക്കൊടുക്കാൻ വേണ്ടി ശ്രമിച്ചതാണ് ഞാൻ. അപ്പോഴാണ് ഇവർ. അതല്ലാതെ അനാശാസം നടത്താനാണെങ്കിൽ ഞങ്ങൾക്ക് ഇവിടെ വരേണ്ട കാര്യമുണ്ടോ? സാർ തന്നെ പറയും. വികാധീനനാകുന്ന എക്സ്പ്രഷൻ കൂടി ഇട്ടതോടെ ഏമാന്മാർ ഫ്ലാറ്റ്. ഇതൊക്കെ എപ്പോൾ എന്ന് എൻ്റെ നോട്ടം രാജപ്പൻ കണ്ടില്ല എന്ന് തോന്നുന്നു. ഇയാൾ തീർച്ചയായും അഡ്വർടൈസ് മേഖല എത്തിപ്പെടേണ്ട ആൾ തന്നെയാണ്. അല്ലെങ്കിൽ ആ മേഖല ഇയാൾക്ക് വേണ്ടി മാത്രമുള്ളതാണ്. എത്ര വേഗമാണ് ഒരു കള്ളം സത്യമാക്കി മാറ്റുന്നത്. പോലീസുകാർ എല്ലാവരെയും ഒഴിവാക്കി ഞങ്ങളെ പോകാൻ അനുവദിച്ചു. ചുറ്റിലും നടന്നതെല്ലാം ഒരുതരം കൗതുകത്തോടെയാണ് ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്തുകൊണ്ടോ നടന്നതിൽ ഒരു വിഷമം എനിക്ക് തോന്നിയില്ല. ആരൊക്കെയോ എന്തൊക്കെയോ പറഞ്ഞതിന് ഞാനെന്തിനു വിഷമിക്കണം എന്നായിരുന്നു മനസ്സിൽ. രാജപ്പൻ്റെ മുഖം വലിഞ്ഞു മുറുക്കിയിരുന്നു. ചിക്കൻ ബിരിയാണി പ്രതീക്ഷിച്ചെന്നിടത്ത് വാട്ടവെള്ളം പോലും കിട്ടാതെ പോയ അവസ്ഥയായിരുന്നു എനിക്ക്. ഞാഞ്ഞൂലിനും ചിൽകാരമോ, ഞാനെന്ത് അഹങ്കാരമോ, മാറാലയും ചെമ്പിലയും മേൽക്കൂര താങ്ങുന്നവോ. എൻ്റെ റിംഗ് ടോൺ കേട്ട് മൂപ്പരെന്ന് എന്നെ കലിപ്പിച്ചു നോക്കി. ഞാൻ വേഗം ഫോണെടുത്ത് നോക്കി. മരിയയാണ്. അവൾ പറഞ്ഞ കാര്യങ്ങൾ കേട്ടെൻ്റെ കണ്ണുകൾ അനുസരണയില്ലാതെ നിറഞ്ഞു. രാജപ്പൻ അത് ശ്രദ്ധിച്ചെന്ന് തോന്നുന്നു. അവൾ എന്തോ ചോദിക്കാൻ വന്നപ്പോഴേക്കും മൂപ്പരുടെ ഫോണും റിങ് ചെയ്തു. ഞാൻ കേട്ട വാർത്ത തന്നെയാണതെന്ന് ആ മുഖത്തു നിന്ന് എനിക്ക് വായിച്ചെടുക്കാൻ കഴിഞ്ഞു. ഡാമിറ്റ്. ആൾ ഫോൺ വണ്ടിയിലേക്ക് വലിച്ചെറിഞ്ഞു. ആ നാരികൾ വീഡിയോ ഫേസ്ബുക്കിലും മറ്റും തെറ്റിദ്ധാരണയായ രീതിയിൽ അപ്ലോഡ് ചെയ്തെന്ന് കണ്ടവരെല്ലാം അത് സത്യമാണെന്ന് വിചാരിച്ചു കാണും. അതുതന്നെയാണ് ഞാനും കേട്ടത്. മനസ്സ് മരവിച്ചു പോയി. കണ്ണീർ ഇടതടവില്ലാതെ ഒഴുകി.